ഈ വീഡിയോയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റ് തന്നെയാണ് നോക്കുന്നത്. അതിൽ ഇറാൻ, ഇസ്രായേൽ, തുർക്കി ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഇറാൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, അമേരിക്ക ഞാൻ ബോംബിടുമെന്ന് ട്രംപ് പറഞ്ഞു. അതിലുപരിയായിട്ട് സെക്കൻഡറി താരിഫ് ആ ഒരു വിഷയം കൂടെ ഇറാൻ്റെ മേളിൽ എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഇത് ഇറാൻ ശരിക്കും വ്യാപാര ട്രേഡിംഗ് മേഖലയിൽ നല്ല രീതിയിലുള്ള വീഴ്ച, അതായത് ഈസ്റ്റ് ഏഷ്യ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാര മേഖലയിൽ ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് ഇറാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ജപ്പാൻ, സൗത്ത് കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെ ബോയ്ക്കോട്ട് ചെയ്യുന്നതായിട്ടാണ് അവർ പറയുന്നത്. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയോടുകൂടി നല്ല സഹകരണമുള്ള രാജ്യങ്ങളെല്ലാം തന്നെയും ഇറാനെ ബോയ്ക്കോട്ട് ചെയ്യും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ വ്യാപാര പങ്കാളിത്തം മൊത്തത്തിൽ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു തീരുമാനങ്ങളും അമേരിക്കൻ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇറാന് ആ രീതിയിലുള്ള വ്യാപാര തകർച്ച നേരിടേണ്ടി വരും. അത് തന്നെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻസ് ഈസ്റ്റ് ഏഷ്യ ട്രേഡ് ക്രംബിൾസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഹെഡിങ്. അതായത് ഈ വ്യാപാരം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പൊ ഇറാൻ ഇനിയാണ് കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്. കാര്യം അമേരിക്ക ഒരു സാങ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ, ഇപ്പൊ സാങ്ഷൻ ഇട്ട ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഇമ്പാക്റ്റ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇറാൻ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇറാന്റെ ഫുഡ് ഇൻഡസ്ട്രിയിൽ മാത്രം 70% വിലക്കയറ്റം, അതായത് ഇൻഫ്ലേഷൻ, അത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ഇറാന്റെ ജനങ്ങളിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആയത്തുൽ ഖമനൈ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇറാന്റെ ഭരണകൂടം അതിനെ കണ്ടില്ല എന്ന മട്ടിൽ അഭിനയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. ഇറാന്റെ ഉള്ളിൽ തന്നെയുള്ള സുന്നി വിഭാഗത്തിൽപ്പെട്ട മൈനോറിറ്റി ലീഡർ പുള്ളി പറഞ്ഞിരിക്കുന്നത്, ഇറാന്റെ ഗവൺമെന്റ് ശരിക്കും അമേരിക്കയുമായിട്ട് നേരിട്ട് നെഗോസിയേഷൻ നടത്തുന്നതാണ് നല്ലത്. മീഡിയേറ്റേഴ്സിനെ വെച്ചിട്ട് നെഗോസിയേഷൻ ചെയ്യുന്നതിന് പകരം നേരിട്ട് ഇറങ്ങണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ പ്രതിസന്ധി മറികടക്കാൻ ഏറ്റവും സഹായകരമാവുള്ളൂ. ന്യൂക്ലിയർ ആയുധത്തിനേക്കാളും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആഹാരമാണ്. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു സർക്കാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണേണ്ട വിഷയം എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എന്തായാലും ഗവൺമെന്റ് ഇത് കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഇറാന്റെ ഖമനേയി തീർച്ചയായിട്ടും അമേരിക്കയെ എതിർത്തുകൊണ്ടുള്ള നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ അത് തന്നെയാണ് നിലപാട്. ഈ മൊമെന്റ് വരെ ആ നിലപാടിൽ ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അമേരിക്ക എന്തുകൊണ്ടാണ് ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ആ ഒരു ഐലൻഡിൽ കൊണ്ട് ഈ ഒരു B-2 ബോംബർ ഹാൾട്ട് ചെയ്തിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, അവിടെ നിന്ന് ഏകദേശം എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഏത് ഭാഗത്ത് നിന്ന് ഒരു മിസൈൽ വന്നാൽ തന്നെയും വളരെ ഈസി ആയിട്ട് തന്നെ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്ത് കളയാനും വളരെ എളുപ്പമാണ്. കാരണം അതൊരു ക്ലീൻ ഏരിയയിലാണ് ആ ഒരു ഐലൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ഇറാനിൽ നിന്നും അങ്ങോട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. കാരണം ആ രീതിയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ 10,3500 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകൾ കൊണ്ട് മാത്രമേ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലുപരിയായിട്ട് ഈസി ആക്സസ് ആണ് ആ ഒരു ഐലൻഡിൽ നിന്നും. അതുകൊണ്ടാണ് ഇത്രയും ദൂരപരിധിയിൽ കൊണ്ട് B-2 ബോംബർ അവിടെ ഹാൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്കയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് B-2 ബോംബർ തീർച്ചയായിട്ടും എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. പിന്നെ അതിലുപരിയായിട്ട് ഇസ്രായേലിൽ നിന്നും എടുക്കാം, അതുപോലെ തന്നെ ഖത്തറിൽ നിന്നും എടുക്കാൻ പറ്റും. അമേരിക്ക ഉദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു ഓപ്പറേഷനിൽ ഇൻവോൾവ് ആണ്. അതിലുപരിയായിട്ട് ഖത്താർ, സൗദി അറേബ്യ, UAE പോലത്തെ രാജ്യങ്ങൾ അവിടുത്തെ ബേസുകളൊന്നും തന്നെ അമേരിക്ക ഉപയോഗിക്കുന്നില്ല എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഇറാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലൊക്കെ ഒരു കുഴപ്പം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പൊ എന്തിനാണ് മറ്റുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് ഇപ്പൊ വലിച്ചഴച്ചുകൊണ്ട് ഇറാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? അതുകൊണ്ട് നേരിട്ട് കൺഫ്രണ്ട് ചെയ്യാന്നാണ് അമേരിക്കയുടെ തീരുമാനം. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഇറാന് ത്രെട്ട് കൊടുത്തുകൊണ്ട് അമേരിക്ക ഈ ഒരു ഡീഗോ ഗാസിയ എന്ന് പറഞ്ഞ ഈ ഒരു UK കീഴിലുള്ള ഐലൻഡിൽ B-2 ബോംബർ കൊണ്ട് ഹാൾട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഖത്തറിൽ US ബേസ് ഉണ്ട്. വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. ഏറ്റവും എളുപ്പത്തിൽ തന്നെ അവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഖത്തർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക ഖത്തറിലുള്ള ആ ബേസ് ഉപയോഗിക്കുന്നില്ല. കാര്യം വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് കാര്യം. കാരണം ഖത്തറിൽ നിന്ന് ഒരു മിസൈൽ വിട്ടു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇറാൻ നേരിട്ട്
ഖത്താർ, സൗദി അറേബ്യ, UAE ഈ സൈഡിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ആക്രമിച്ചു തുടങ്ങും. അത് നിലവിലുള്ള ഒരു അന്തരീക്ഷം, മിഡിൽ ഈസ്റ്റിലുള്ള അന്തരീക്ഷത്തിനെ മാറ്റിമറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്ക, അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ ഒരു ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രിട്ടീഷിന്റെ കീഴിലുള്ള ഈ ഒരു ഐലൻഡിനെ തിരഞ്ഞെടുത്തത്. ഇനി നമ്മൾ നേരെ ഈജിപ്റ്റ്, ഇസ്രായേലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഹമാസിന് നല്ലൊരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റഫ ഭാഗത്ത് നിന്നുള്ള ആൾക്കാരെ ഒഴിപ്പിച്ചത് ഇന്നലെ. അതായത് ഫുള്ളി എവാക്യുവേറ്റ് ചെയ്യിപ്പിച്ചത്. അതായത് ഇത് ഹമാസിനൊരു താക്കീതാണ്. അതായത് നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ഇസ്രായേലിന്റെ ബന്ദികളെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കും? കാരണം ഇതുവരെ വിടാം ഇപ്പൊ വിടാം, ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ പറയുന്നല്ലാണ്ട്, യുദ്ധം നിർത്താൻ വേണ്ടി കാലി പിടിക്കുന്നല്ലാണ്ട് ഈ ബന്ദികളെ വിട്ടുകൊടുക്കുന്ന ഒരു മട്ട് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ ഇടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ കൊണ്ട് എന്ത് സാധിക്കും, അതായത് ഇസ്രായേൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഗാസയെ മൊത്തത്തിൽ ഒഴിപ്പിക്കാൻ പറ്റും, ഒറ്റൊരു കുഞ്ഞും കൂടെ ചോദിക്കാനില്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് കൃത്യമായിട്ട് പ്രാക്ടിക്കലി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ റഫ ഭാഗത്ത് നിന്ന് ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഒഴിപ്പിച്ചത്. അതിനോടൊപ്പം ഹമാസ്, തീർച്ചയായിട്ടും ഹമാസ് അവരുടെ ഭാഗത്ത് നിന്ന്, അതായത് എങ്ങനെയെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഒരു യുദ്ധം കുറച്ചാളത്തേക്കെങ്കിലും നിർത്തിവെക്കുക എന്നുള്ളൊരു ഐഡിയയാണ് അവരുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഹമാസ് പറഞ്ഞിരിക്കുന്നത് 5 ബന്ദികളെ വിട്ടയക്കാം, എന്നിട്ട് ഓരോ ആഴ്ചയിലും 7 to 10 days കൂടുമ്പോഴത്തേക്കും അഡീഷണൽ ബന്ദികളെയും കൂടെ വിട്ടയക്കാം. അപ്പൊ സീസ് ഫയർ തുടർന്ന് പോട്ടെ, ഒരു 50 ദിവസത്തേക്ക് സീസ് ഫയർ വേണം എന്നാണ് ഹമാസ് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ അതിനെ തിരുത്തിയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് 10 പേരെ വിട്ടയക്കുക, ഇൻക്ലൂഡിംഗ് അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള എയ്ഡൻ എന്ന് പറഞ്ഞുള്ള ആ ഒരു വ്യക്തിയും കൂടെ ചേർത്ത് വിട്ടയക്കുക. എന്നിട്ട് 40 ദിവസത്തേക്കുള്ള പുതിയ സീസ് ഫയർ വേണമെങ്കിൽ റെഡിയാക്കിയ അതിന്റെ പ്ലാനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. കൺഫേം ആയിട്ടുള്ള ഒരു സീസ് ഫയർ പ്ലാൻ ആയിട്ട് തോന്നുന്നില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അഥവാ ഹമാസ് ഇങ്ങനെ മുന്നോട്ട് വെക്കുന്ന പ്രപ്പോസലിനെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു എന്ന് വേണ്ട, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതിൽ ചില തിരുത്തലുകളൊക്കെ വരുത്തിക്കൊണ്ട് നമുക്ക് സീസ് ഫയർ മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. പക്ഷേ ഇൻ ദി ബിഗിനിങ് ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ 10 ബന്ദികളെ വിട്ടയക്കണം എന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ മനസ്സിലുള്ളത് 10 പേരെങ്കിൽ 10 പേരെ റിലീസ് ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കി എന്താണെന്ന് വെച്ചാൽ പിന്നീട് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ മനസ്സിലുള്ളത്. അപ്പൊ എന്തായാലും ഈ രീതിയിലാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഈ ബന്ദികളെ റിലീസ് ചെയ്യാമെന്ന് ഹമാസ് പറയുമ്പോഴത്തേക്കും ഇസ്രായേലിന് അതിനെ കുറച്ച് എഫക്റ്റീവ് ആയിട്ട് തന്നെ കേട്ട് വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടി വരും. കാര്യം ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് പറയുമ്പോഴത്തേക്കും ഇസ്രായേൽ അതിനെ ഡിനൈ ചെയ്യുന്നെങ്കിൽ ഇസ്രായേലിന്റെ ഉള്ളില് അത് പ്രതിഷേധം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ പ്രൊട്ടസ്റ്റ് അതിനുവേണ്ടി തന്നെ ചെയ്യുന്ന ഒരുപറ്റം ആൾക്കാരുണ്ട്. അതായത് ആ പൊതുജനങ്ങളുടെ ഈ പ്രതിഷേധിക്കുന്ന പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടെ മാനിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഉടനീളം നെതന്യാഹു മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു രാജാവ്, ആ രാജാവ് വേറെ ആരുമില്ല, ഈജിപ്ഷ്യൻ രാജാവ് സൈനായിൽ വന്നിട്ട് ഇങ്ങനെ മിലിറ്ററി ബേസ് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഗാസയിലെ ജനങ്ങൾ അങ്ങോട്ട് എറപ്റ്റ് ചെയ്ത് അങ്ങ് കയറുമ്പോഴത്തേക്കും ജനങ്ങളെ അറ്റാക്ക് ചെയ്യാനല്ല, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേലിനെ നെഗോഷിയേറ്റ് ചെയ്യാനാണ് ഈജിപ്ത് പദ്ധതി ഇട്ടതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അവർക്ക് കൊടുക്കപ്പെട്ട അളവിൽ കൂടുതൽ, പരിധിക്കപ്പുറത്ത് ഇസ്രായേലും ഈജിപ്തും തമ്മിൽ സൈനായിൽ നിന്നും ഇസ്രായേൽ പിന്മാറുമ്പോഴത്തേക്കും ഒരു കരാറുണ്ടായിരുന്നു. ആ കരാറിൽ പറഞ്ഞിരിക്കുന്നതിന് അതീതമായി കൂടുതൽ റൈറ്റ്സ്, അതായത് അവര് കൂടുതൽ അവകാശം എടുത്തുകൊണ്ട് കൂടുതൽ പട്ടാളക്കാരെ അവിടെ കൊണ്ട് വിന്യസിച്ചിരിക്കുന്നതായിട്ടാണ് ഇസ്രായേലിന്റെ പരാതി. ഇസ്രായേൽ 2 സ്ഥലങ്ങളിലേക്ക് ഇത് പറയുന്നുണ്ട്. ഒന്ന് കെയ്റോയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിലുപരിയായിട്ട് വാഷിംഗ്ടൺ DC-യിൽ ഇതിനെക്കുറിച്ച് ശക്തമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഈജിപ്തിന്റെയും ഇസ്രായേലിന്റെയും ഇടയ്ക്ക് ഈ സൈനയെ കുറിച്ചുള്ള ഒരു എഗ്രിമെന്റിൽ ഇസ്രായേൽ സൈനയിൽ നിന്നും പിന്നോട്ട് വരുമ്പോഴത്തേക്കും വാഷിംഗ്ടൺ ഇടപെട്ടിട്ടാണ്, അമേരിക്ക ഇടപെട്ടിട്ടാണ് ഈ ഒരു കരാറൊക്കെ നടപ്പിലാക്കിയത്. അപ്പൊ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ്. അപ്പൊ അമേരിക്ക ഇതിനകത്ത് ഇടപെട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. എത്രയും വേഗം ഈ ഈജിപ്ഷ്യൻ ആർമി, സൈനായ് ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന ഈജിപ്ഷ്യൻ ആർമിയെ എത്രയും വേഗം കെട്ടും കെട്ടി അവരെ പറഞ്ഞയക്കണം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. നിർബന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ മുന്നിൽ മുട്ടുകുത്തി ഒപ്പിട്ട് കൊടുത്ത് മടങ്ങിപ്പോയ ആൾക്കാരാണ് ഈജിപ്ഷ്യൻ ആർമി എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ ആർമിക്കൊക്കെ വലിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട്, അവർ വലിയ പുലികളും പുപ്പുലികളൊക്കെ തന്നെയാണ്. പക്ഷെ ഇസ്രായേലിന്റെ മുന്നിൽ നടക്കൂല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എലി ഷർവിത്തിന്റെ ഫോട്ടോയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് വേറെ ആരുമല്ല, ഇത് ഇസ്രായേലിലെ ഒരു എക്സ്പീരിയൻസ്ഡ് നേവൽ ഉദ്യോഗസ്ഥനാണ്. പുള്ളി ഇപ്പൊ എവിടെയാണ് വരുന്നത് വെച്ചാൽ, പുള്ളി ഇപ്പം വരുന്നത് ഷിൻബെറ്റിന്റെ ചീഫ് പൊസിഷനിലേക്കാണ് വരുന്നത്. റോണൻ ബാറിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണ് എലി ഷർവിത്ത്. എലി ഷർവിത്തിനെയാണ് ഇപ്പം നെതന്യാഹു ഇന്റർവ്യൂ വെച്ച് സെലക്ട് ചെയ്തിരിക്കുന്നത്. പുള്ളി ആയിരിക്കും ഇനി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1 month ടൈം ഉണ്ടാവും. ആ 1 monthനകത്ത് ഇപ്പൊ ഹാൻഡ് ഓവർ, ടേക്ക് ഓവർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷിൻബെറ്റിന്റെ ഹെഡായിട്ട് എലി ഷർവിത്ത് വരാൻ പോകുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഓൾറെഡി തന്നെ റോണൻ ബാറിനെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിന്റെ ഉള്ളില് ഓപ്പോസിറ്റ് പാർട്ടികൾ അവിടെ നല്ല രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും
ഇനിയും പ്രതിഷേധം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ പുതിയതായിട്ട് ഒരാളെ ഹയർ ചെയ്ത് അപ്പോയിന്റ് ചെയ്യാനും കൂടി പോവാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഈ ഒരു വിഷയം വഴിയൊരുക്കുന്നത്. അതുപോലെ തന്നെ നെതന്യാഹുവിന്റെ മേളിൽ ഖത്താർ ഗേറ്റ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം, ഈ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ നെതന്യാഹുവിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള അലിഗേഷൻ ശക്തിപ്പെടുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച്. അതായത് ഈ പൊളിറ്റിക്കൽ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ അത് ഈ ഷിൻബെറ്റിന്റെ റോണർ ബാറിനെ എടുത്ത് കളഞ്ഞതോടുകൂടി ഏറ്റവും കൂടുതൽ നെതന്യാഹുവിനെ ഏതെങ്കിലും ഒരു ആരോപണത്തിൽ വലിച്ചഴയ്ക്കാനുള്ള ഒരു സാഹചര്യം തേടി നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 3 കേസുകളുടെ പേരിൽ കഴിഞ്ഞ 2 മാസം കൊണ്ട് നെതന്യാഹു പല രീതിയിലുള്ള ഇന്ററോഗേഷൻസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ. ആ 3 കേസുകളിൽ വിചാരണ നടത്തിയിട്ടും നെതന്യാഹുവിന്റെ മേളിൽ ഒരു രീതിയിലുള്ള കുറ്റങ്ങളും ചുമത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ രീതിയിലാണ് ഇപ്പൊ അടുത്ത ആരോപണം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് പൊളിറ്റിക്സിലെ, അതായത് ഒരു പൊളിറ്റീഷ്യന്റെ ലൈഫിൽ പല രീതിയിലുള്ള ആരോപണം വരും. അതുപോലെ തന്നെയാണ് ഈ ആരോപണം. ഇതിനെയും നെതന്യാഹു ശക്തമായി നേരിടുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 പേരെ ഈ ഒരു ഖത്താർ ഗേറ്റ് ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരിൽ ഏറ്റവും ടോപ്പ് ലെവലായിട്ട് ഇന്റലിജൻസ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന 2 ആൾക്കാരെയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ക്ലോസ് കോൺടാക്റ്റിൽ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഈ ഒരു ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. അപ്പൊ ഇതിനകത്ത് ഖത്താർ ഗേറ്റ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ എന്താണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതാനും. പ്രാഥമിക അന്വേഷണം എന്നുള്ള നിലയിൽ നെതന്യാഹുവും ഒരുപക്ഷെ ഈ ഒരു കേസിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. IDF ഫുൾ ആൻഡ് ഫുൾ നെറ്റ്സറീം കോറിഡോറിന്റെ ഭാഗത്ത്, നോർത്തേൺ ഗാസ ഭാഗത്ത് ടണൽ ഓപ്പറേഷൻ, ആ നെറ്റ്സറീം കോറിഡോറിന്റെ ഭാഗത്തുണ്ടായിരുന്ന ടണൽ മൊത്തം അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനകത്തിരുന്ന് 50 ഹമാസ് തീവ്രവാദികളെ, ആ 50 പേരെയും IDF വധിച്ചിരിക്കുകയാണ്. ഇനിയാണ് തയ്യബ് എർദോഗന്റെ കാര്യങ്ങൾ വരുന്നത്. തയ്യബ് എർദോഗൻ പാലസ്തീനികൾക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് പാലസ്തീനിന്റെ ഫ്ലാഗ് ഇട്ട ഒരു ഷോളും കൂടി ഇട്ടുകൊണ്ടാണ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്. അതായത് പാലസ്തീനികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ ഡാം എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞത്. ഡാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് ചെയ്തുകൊണ്ടാണ് പുള്ളി ആ ഒരു പ്രസംഗം അവസാനിപ്പിച്ചത്. പിന്നെ ഇത് തുർക്കിയുടെ അംബാസിഡറും ഇസ്രായേലിന്റെ അംബാസിഡറും തമ്മിൽ ആർഗ്യുമെന്റിൽ എർദോഗന്റെ ഇതേ സ്റ്റേറ്റ്മെന്റുകൾ തന്നെ ഈ തുർക്കിയുടെ അംബാസിഡർ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇസ്രായേൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറഞ്ഞത് സിറിയയിലെ അങ്കാറയുടെ ഇടപെടൽ, അങ്കാറ എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ തലസ്ഥാനമാണ്, സിറിയക്കുള്ളിലെ തുർക്കിയുടെ ഇടപെടൽ ഇസ്രായേലിനെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്ന് നേരിട്ട് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. തുർക്കിയുടെ റെപ്രസെന്റേറ്റീവ്സ് എല്ലാവരും തന്നെ പാലസ്തീന്റെ ഫ്ലാഗ് സിംബോളിക്കായിട്ട് മെൻഷൻ ചെയ്ത സ്കാർഫാണ് അവരെല്ലാം തന്നെ ധരിച്ചിരുന്നത്. തുർക്കിക്കുള്ളിൽ അറിയാലോ, തുർക്കിയുടെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തയ്യബ് എർദോഗന്റെ അവസ്ഥ പഴയതുപോലെയല്ല. തയ്യബ് എർദോഗന്റെ ആ ഒരു അധികാരത്തിനെ തന്നെ, ആ ഒരു പവറിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലാണ് അവിടുത്തെ ഓപ്പോസിറ്റ് പാർട്ടി ഇപ്പം അവിടെ പ്രതിഷേധം നയിച്ചുകൊണ്ടിരിക്കുന്നത്. 8 ദിവസമായിട്ട് അവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് വീക്കെൻഡ്സിൽ, അതായത് ഫ്രൈഡേ സാറ്റർഡേ ആ ഒരു ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ശക്തമായ പ്രകടനം വേണം എന്നാണ് ഈ ഓപ്പോസിറ്റ് പാർട്ടി ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ 2 ഡിമാൻഡാണ് അവർ വെച്ചിരിക്കുന്നത്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്ത ഇക്രം ഇമാമുലിനെ റിലീസ് ചെയ്യുക, ഇത് നമ്പർ 1. അടുത്തത് ഏർലി ഇലക്ഷന്റെ ഡേറ്റ് പ്രഖ്യാപിക്കുക, അതായത് തുർക്കിയിലെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു സംഗതിയും കൂടെ ചേർത്താണ് ഇപ്പൊ ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിലാണ് ഏറ്റവും കൂടുതൽ തയ്യബ് എർദോഗന് പാളിച്ച പറ്റിയത്. കാരണം ഇനി ഇലക്ഷനെ വേണ്ട, ഞാൻ തന്നെയാണ് ഓട്ടോമൻ എംപറർ എന്ന് പറഞ്ഞ് കരുതിയിരുന്ന എർദോഗന് കിട്ടിയ പണി ഒരു വൻ പണിയായിപ്പോയി. ഇസ്താൻബുളിന്റെ മേയറായിട്ടുള്ള ഈ ഇക്രം ഇമാമുലിനെ റിലീസും ചെയ്യണം. അതിലുപരിയായിട്ട് ഇനി പ്രൊട്ടസ്റ്റ് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷന്റെ ഡേറ്റും കൂടെ പ്രഖ്യാപിക്കണം. ഇതാണ് ഇപ്പം ഈ ഒരു പ്രൊട്ടസ്റ്റേഴ്സിന്റെ ആവശ്യം. പിന്നെ തയ്യബ് എർദോഗൻ ഇനിയിപ്പോ ഏത് രീതിയിലാണ് പുള്ളി റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോ കണ്ടറിയണം. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന അപ്ഡേറ്റ്സ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.